ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴേ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല മഴയാട്ടോ നമ്മുടെ നാട്ടിലേക്ക്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു കാറ്റ് വന്നാൽ പോകുന്നേ ഉള്ളൂ. ഇവിടെ നല്ല കാറ്റാട്ടോ. നമ്മൾ കുറച്ച് മോൾ ഭാഗത്തേക്ക് ആയതുകൊണ്ട് നല്ല കാറ്റ് വന്നാൽ പിന്നെ ഭയങ്കര കാറ്റായിരിക്കും. അപ്പോൾ നമ്മളെ ഈ ഒരു മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മളെ കോഴിയുടെ വിശേഷങ്ങളാണല്ലോ കൂടുതലായിട്ട് നമ്മളെ ചാനലിൽ പറയുന്നത്. അതുകൊണ്ടാണ് കോഴിയുടെ വിശേഷങ്ങൾ തന്നെ പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്നും അറിയാം, മഴയൊക്കെ നല്ല മഴയൊക്കെ ആകുമ്പോൾ ഇവർക്ക് ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങി പോകാനോ ഒന്നും പറ്റില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ തീറ്റേൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ ഞാൻ പുറത്തുനിന്നൊന്നും വേസ്റ്റ് എടുക്കാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലുണ്ടാവുന്ന കുറഞ്ഞ വേസ്റ്റും അതേപോലെ കുറച്ച് തീറ്റയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് പുറത്തേക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ കടകളിൽ നിന്ന് നമ്മൾ തീറ്റ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ലെയർ മാഷും അതേപോലെ തവിട് കൊടുക്കും. പിന്നെ അതേപോലെ പപ്പായൻ്റെ ഇല. അപ്പോൾ പപ്പായൻ്റെ ഇല കൊടുത്തിട്ട് കുറച്ചായി. അപ്പോൾ പപ്പായൻ്റെ ഇല നമ്മളിവിടെ കിട്ടാവുന്നതോളം നമ്മൾ പറിച്ചെടുത്തു കേട്ടോ. ഇനി നമുക്ക് പുറത്തുനിന്ന് എവിടെയെങ്കിലും പറിച്ച് കൊണ്ടുവരണം. ഭയങ്കര ഹൈറ്റാട്ടോ നമ്മുടെ പപ്പായൻ്റെ ഈ ഒരു മരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ എന്താ പറയുക, ചക്ക സീസണൊക്കെ ആയതുകൊണ്ട് തന്നെ ചക്ക കിട്ടാണ്ടാവും നല്ലോണം. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, നമ്മുടെ കോഴികൾക്ക് ഇപ്പോൾ രാവിലെ കുറച്ച് തീറ്റിട്ട് കൊടുക്കും. പിന്നെ ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ വേറെ എന്തെങ്കിലും നമ്മൾ കിട്ടുന്നതിനനുസരിച്ച് അങ്ങനെയൊന്നുമില്ല, നമുക്ക് എന്താണോ വേസ്റ്റായിട്ട് കിട്ടുന്നത് അതൊക്കെ ഇട്ട് കൊടുക്കട്ടെ. പിന്നെ നമുക്ക് പുറത്തുനിന്നൊക്കെ കുറച്ച് തീറ്റ എന്തെങ്കിലും ഗോതമ്പിൻ്റെ നുറുക്കമൊക്കെ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ നമ്മൾ അതും കൊടുക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ചക്ക വീട്ടാവശ്യങ്ങളൊക്കെ എടുത്തതിൻ്റെ ബാക്കി ഒരു മുറി വെച്ചതായിരുന്നു കേട്ടോ, പഴുപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ പഴുത്തപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് കോഴികൾക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ, കോഴികൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവർ ഭയങ്കര ശല്യം കേട്ടോ. എവിടെയും കഴിക്കാനും പോവില്ല, മഴയാണ്, തെളിച്ചാലും എവിടെയും പോവില്ല, നമ്മുടെ ആ ഒരു ഭാഗത്ത് തന്നെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂട്ടിൽ തന്നെയാട്ടോ ഇവരെ ഇടൽ. എന്ന് വെച്ചാൽ മഴയൊക്കെ ആകുമ്പോൾ ഈ ഒരു കൂടിൻ്റെ ഒരു ഏരിയയിൽ അവരങ്ങ് നിന്നോളും. പിന്നെ എന്തെങ്കിലും തിന്നാനുണ്ടെങ്കിലോ അല്ലെ തവിടൊക്കെ ഞാൻ ആ ഒരു തീറ്റ കൊടുക്കുന്ന ഒരു പാത്രത്തിൽ കൊണ്ടുപോയിട്ടാൽ അവിടെ നിന്ന് അങ്ങ് കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ചക്ക കിട്ടിയതിനെ കൊണ്ട് എന്താ പറയുക, ഒരു നേരം ചക്കേൻ്റെ ഒരു ഫുഡ് ആയിക്കോട്ടെ. എന്ന് വെച്ചാൽ ഇവരെ എപ്പോഴും അറിയാമല്ലോ, കോഴികളുടെ കാര്യം അറിയാമല്ലോ, എപ്പോഴും നമ്മൾ എന്ത് കൊടുത്താലും അവർ കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഈ ഒരു സീസണിൽ എന്തായാലും ചക്കയൊക്കെ എന്തായാലും കിട്ടും. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും ചക്കയൊക്കെ ചിലപ്പോൾ വീണ് പോകുന്നതായിരിക്കും. ഞാനിതിപ്പോൾ നമ്മളെ ബ്ലാക്ക് സോൾജറിൻ്റെ ആ ഒരു പാത്രത്തിലാട്ടിട്ട് വെക്കൽ, ചീഞ്ഞ സാധനമൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുക്കാമെന്ന്. അതാകുമ്പോൾ അവരങ്ങ് കൊത്തി കഴിക്കല്ലോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ അവർ സൈലൻ്റായിട്ട് ആ ഒരു വലൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. പിന്നെ ചില കോഴികളൊക്കെ പുറത്തേക്കൊക്കെ ഒന്നോ രണ്ടോ ഒക്കെ ചാടി വരും. അപ്പോൾ ഇവർ മഴ നനഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. നമ്മളെന്താ പറയുക, നമ്മളെ ബ്രഹ്മക്കോഴിയുടെ കാര്യത്തിലാണ് ഞാൻ പിന്നെയും പറയുന്നത്. ബ്രഹ്മക്കോഴിയുടെ കാര്യത്തിലാണ് ഒരു ചീച്ചിലൊക്കെ തോന്നുന്നത്. അവരെ ഒരു അധികം രോമമൊക്കെ ആണല്ലോ, അവർക്ക് തൂവലുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ചീച്ചിലാട്ടോ. പിന്നെ ഇതേപോലത്തെ ഒരു പാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ കോഴികൾക്കും കൂടി ഈ ഒരു ഫൈബുഡിൻ്റെ ഇത് തികയില്ല. അപ്പോൾ ഒരു 2 കൂടി ഉണ്ട്. അപ്പോൾ അതും കൂടി അവിടെ കൊണ്ടുപോയി വെച്ചാൽ നാശമാവല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. മരത്തിൻ്റെ ആയതുകൊണ്ട് ചെതൽ പിടിക്കും, അതേപോലെ പെട്ടെന്ന് നാശമാവല്ലോ. അപ്പം ഞാൻ അതിൽ വെച്ച് കൊടുത്താട്ടോ. കഴിയുന്നു. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തീറ്റയൊക്കെ താഴത്തിടാതെ ഇതേപോലെ എന്താ പറയുക, ഒരു ചിക്കി ചെനക്കാതെ ഒരു പാത്രത്തിലോ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കഴിയുന്ന അങ്ങനത്തെ പാത്രങ്ങൾ പൊതുവേ കുറവായിരിക്കും. എന്ന് വെച്ചാൽ ഇവർ പെട്ടെന്ന് എന്താ പറയുക, ചെറിയൊരു ബേസൻ പോലത്തെ പാത്രത്തിലൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇവർ ചിക്കി അങ്ങ് ചെനക്കിക്കളയും ആ ഒരു തവിടൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചെന്താ പറയുക, ഈ ഒരു 5 വുഡിൻ്റെ ഇതിൽ ഇട്ട് കൊടുത്താൽ അവിടെ നിന്ന് എവിടെയും പോകില്ല, അവർക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് അങ്ങ് കൊത്തി കഴിക്കട്ടോ. പിന്നെ 2 കൂടി ഉണ്ട്. പക്ഷേ ഇപ്പോൾ മഴയല്ലേ, ഇപ്പോൾ മഴ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള ഒരു സ്ഥലമല്ല, നല്ല അവർക്ക് അതും കൂടി വെച്ചാൽ അവർക്ക് നടക്കാനുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, നമുക്കും നടക്കാം. ഭയങ്കര വെയിറ്റ് ആട്ടോ ഒരു 5 വുഡിന്. അപ്പം ഞാൻ വിചാരിച്ച് തൽക്കാലം ഒന്നിരിക്കട്ടെ, നമ്മൾ എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കൊണ്ടുപോയിട്ടാൽ അതിൽ നിന്ന് അങ്ങ് കൊത്തി കഴിക്കുമല്ലോ. അപ്പോൾ 2 കൂടി ഉണ്ട് 5 വുഡിൻ്റെ അത്. അപ്പോൾ ചതൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 5 വുഡ് നനയുമ്പോൾ തണുപ്പൊക്കെ തട്ടുമ്പോൾ എന്തായാലും നാശമാവും. അപ്പോൾ ഞാൻ അവിടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഇതിൽ അവർ ചെനക്കിയാൽ നീങ്ങാത്ത ഒരു സാധനത്തിലൊക്കെ തീറ്റ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എന്താ പറയുക, അവരങ്ങനെ ചിക്കി അങ്ങ് തെറിപ്പിച്ച് കളയില്ലല്ലോ. മറ്റെന്താ പറയുക, മണ്ണിലൊക്കെ ആയിട്ടും നനവും അതൊക്കെ തണുപ്പൊക്കെ ആയിക്കല്ലോ, തവിടൊക്കെ അതിൽ തന്നെ മണ്ണിൽ തന്നെ തായിപ്പോൾ പിന്നെ അവർക്ക് കൊത്തി കഴിക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല.
പിന്നെ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ പിന്നെ നമ്മളിപ്പോൾ കുറേ ആയിട്ട് നമ്മൾ കൂട്ടുന്ന പുറത്തിറക്കിയിട്ട് ഈ ഒരു മഴയല്ലേ നമ്മൾ തുറന്ന് വിട്ടാൽ തന്നെ ഈ മഴയെത്തി അതേപോലെ വലിയ കോഴികളൊക്കെ വലൻ്റെ ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ ഇവർ കൊത്തും. അതുകൊണ്ട് പിന്നെ അവരെ വേക്കിൽ ഇങ്ങനെ നടക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറിയ കോഴിക്കുഞ്ഞുങ്ങളെ കൂട്ടി തന്നെയാട്ടോ വെള്ളവും തീറ്റയൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പുറത്തേക്കൊക്കെ ഒന്ന് ഇറക്കാമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വലിയ കോഴി വിശേഷം എന്നൊക്കെ പറയുന്നത് ഇതാണ്. പിന്നെ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ പിന്നെ മഴ നനഞ്ഞാൽ പെട്ടെന്ന് തന്നെ അസുഖം വരും. നമ്മുടെ വലിയ കോഴിക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. ഈ ചെറിയ രണ്ട് പൂവന് ചെറുതായിട്ടൊരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി. അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ പുതുതായിട്ട് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ മഴയത്ത് ഒരു ചീച്ചിൽ കാരണം കോഴിനെ വളർത്താൻ തന്നെ ഒരു മടിയായിരിക്കും, തീറ്റ കൊടുക്കുന്ന കാര്യമൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഒന്നുമില്ല, ഞാൻ ഇവിടെ മീനിൻ്റെ വേസ്റ്റ് പോലും ഇവിടെ കളയാറില്ല എന്ന് വേണം പറയാം. നമ്മൾ പൂച്ച ഉണ്ടെങ്കിൽ കൂടിയിട്ട് പൂച്ചയ്ക്ക് വരെ നമ്മൾ വേസ്റ്റ് ഒന്നും കൊടുക്കുകയില്ല. കുറച്ച് മീനിൻ്റെ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതുവരെ ഞാൻ എടുത്ത് വെച്ചിട്ട് നമ്മൾ കോഴികൾക്ക് കൊടുക്കായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒന്നും നമ്മളിപ്പോൾ എവിടെന്നെങ്കിലുമൊക്കെ ചോദിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കുറച്ച് ഗോതമ്പിൻ്റെ നുറുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 ദിവസം നമ്മുടെ കോഴികൾക്ക് കൊടുക്കാനുള്ള കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെയൊക്കെ എവിടെന്നെങ്കിലുമൊക്കെ കളക്ട് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഈ ഒരു മഴക്കാലത്ത് നമ്മുടെ കോഴികൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് കൊടുക്കണ്ടേ. അടുത്തൊരു വീഡിയോ കാണാം.